സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഇന്ന് തിരഞ്ഞെടുത്ത തിരുവചനം സങ്കീർത്തനം 147 10, 11 വാക്യങ്ങൾ. അശ്വബലത്തിൽ ദൈവത്തിന് ഇഷ്ടം തോന്നുന്നില്ല, പുരുഷൻ്റെ ഊരുക്കളിൽ പ്രസാദിക്കുന്നതുമില്ല. തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ ചില ദിവസങ്ങളായി സർവശക്തനായ ദൈവത്തെ ഒരു മനുഷ്യന് എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നാം ധ്യാനിക്കുകയായിരുന്നു. ഇന്ന് അതിൽ പ്രധാനമായ 2 കാര്യങ്ങളാണ് പ്രാർത്ഥനയോടെ നാം ധ്യാനിക്കുന്നത്. ഇന്ന് നാം വായിച്ചു കേട്ട 147 സങ്കീർത്തനം 10, 11 വാക്യങ്ങളിൽ 2 കാര്യങ്ങൾ ദൈവത്തിന് പ്രസാദമല്ലാത്തതും 2 കാര്യങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതുമാണ്. ഏതൊക്കെയാണ് ദൈവത്തിന് പ്രസാദമല്ലാത്ത, അഥവാ ദൈവം വെറുക്കുന്ന, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ലാത്ത 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു. അശ്വബലത്തിൽ എന്ന്. അശ്വബലം എന്നാൽ കുതിരയുടെ ബലമെന്നാണ് അർത്ഥം. ഇവിടെ കുതിരയുടെ ബലത്തിൽ അഥവാ അശ്വബലത്തിൽ ദൈവത്തിന് ഇഷ്ടം തോന്നുന്നില്ല, അഥവാ ദൈവം പ്രസാദിക്കുന്നില്ല എന്ന് പറയാൻ കാരണം എന്താണ്? അതിന് കാരണം യുദ്ധത്തിൽ ദൈവത്തിന് പ്രസാദമില്ല എന്നാണ്. അതേ പ്രിയമുള്ളവരെ, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. മനുഷ്യർ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് ദൈവത്തിന് പ്രസാദമല്ല. അതിൽ ദൈവം പ്രസാദിക്കുന്നതുമില്ല. ദൈവം അവയെ വെറുക്കുന്നു. പ്രതികാരം ദൈവത്തിനുള്ളത് എന്നാണ് വചനം പറയുന്നത്. ദൈവം പ്രതികാരം ചെയ്യുമെന്നും വചനം പറയുന്നു. അതുകൊണ്ട് ശത്രുക്കളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്നുള്ളത് ദൈവഹിതപ്രകാരമുള്ള ഒരു കാര്യമല്ല. ഇവിടെ അശ്വബലത്തിൽ ദൈവത്തിന് ഇഷ്ടം തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ കുതിരയെ കൂടുതലായി രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നത് യുദ്ധത്തിനാണ്. അതുകൊണ്ടാണ് അപ്രകാരം കുതിരയെ യുദ്ധത്തിനായി ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ആ കാര്യത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ല എന്നാണ് ഒന്നാമത് പറയുന്നത്. രണ്ടാമതായി ഈ വായിച്ചു കേട്ട 10-ാം വാക്യത്തിൽ പറയുന്നത് പുരുഷൻ്റെ ഊരുക്കളിൽ പ്രസാദിക്കുന്നതുമില്ല എന്നാണ്. പുരുഷൻ്റെ ഊരുക്കളിൽ എന്താണ് അതിനർത്ഥം? ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുരുഷൻ്റെ സന്തത സഹചാരിയായി, പുരുഷന് തുണയായി, വെറും തുണയല്ല, തക്കതായ തുണയായി ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ പുരുഷൻ്റെ ഭാഗമാണ് സ്ത്രീ. എന്നാൽ ഈ അന്ത്യകാലത്ത് പുരുഷനും തമ്മിൽ ഉള്ള വിവാഹങ്ങൾ കാണുന്നു. അതുപോലെ സ്ത്രീയും തമ്മിലുള്ള വിവാഹങ്ങൾ കാണുന്നു. ഇതെല്ലാം ദൈവം വെറുക്കുന്നതാണ്. ഇതിലൊന്നും ദൈവം പ്രസാദിക്കുന്നതുമില്ല. ഇവിടെ പ്രത്യേകിച്ച് പറയുകയാണ്, പുരുഷൻ്റെ ഊരുക്കളിൽ, പുരുഷന്മാർ മാത്രം വസിക്കുന്ന ഗ്രാമങ്ങളിൽ, പുരുഷന്മാർ മാത്രം വസിക്കുന്ന ഭവനങ്ങളിൽ പുരുഷന്മാരുമായി വിവാഹം കഴിക്കുന്നത്, ഇതെല്ലാം ദൈവം വെറുക്കുകയാണ്. ഇതെല്ലാം മ്ലേച്ഛതയാണ്. ഇതെല്ലാം ദൈവത്തിന് നികൃഷ്ടമാണ്. ഇത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നതല്ല. മാത്രമല്ല, അപ്രകാരം ചെയ്യുന്നവരെ ദൈവം വെറുക്കുന്നു എന്ന് മാത്രമല്ല, അത് ശാപകാരണം കൂടിയാണ്. രണ്ടാമതായി അവസാനമായി ഇവിടെ ദൈവം പ്രസാദിക്കുന്ന ഒരു കാര്യം പറയുന്നത്, തന്നെ ഭയപ്പെടുന്നവരിൽ
ദൈവത്തെ ഭയപ്പെടുന്നവരിൽ, ഒപ്പം ദൈവത്തിൻ്റെ ആ കൃപയിൽ, കരുണയിൽ പ്രത്യാശ വയ്ക്കുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നു. 2 കാര്യങ്ങൾ, ദൈവം പ്രസാദിക്കാത്ത കാര്യം പറഞ്ഞിട്ട് 2 കാര്യം ദൈവം പ്രസാദിക്കുന്ന കാര്യങ്ങൾ പറയുകയാണ്. ദൈവത്തെ നാം ഭയപ്പെട്ടാൽ അതിൽ ദൈവം പ്രസാദിക്കും. ദൈവത്തിൻ്റെ മഹാദയയിൽ അഥവാ കൃപയിൽ, കരുണയിൽ നാം പ്രത്യാശ വച്ചാൽ ദൈവം പ്രസാദിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. രാവിലെ തോറും നിന്ദയെയും രാത്രി തോറും നിൻ വിശ്വസ്തതയും. രാവിലെ തോറും നിന്ദയെയും രാത്രി തോറും നിൻ വിശ്വസ്തതയും. വർണ്ണിച്ചാലും മതി വരില്ല, അത്ഭുതം അത്ഭുതമേ. വർണ്ണിച്ചാലും മതി വരില്ല, അത്ഭുതം അത്ഭുതമേ. മനമേ വാഴ്ത്തിടാം, മനമേ ആർത്തിടാം, എന്നേക്കുമുള്ളതാം ദൈവത്തിൻ്റെ എന്നാളും വാഴ്ത്തിടാം. മനമേ വാഴ്ത്തിടാം, മനമേ ആർത്തിടാം, എന്നേക്കുമുള്ളതാം ദൈവത്തിൻ്റെ എന്നാളും വാഴ്ത്തിടാം. ജീവന്റെ വഴിയെന്നെ കാണിച്ചവൻ ജീവിതകാലം നടത്തിടുമേ. ജീവന്റെ വഴി എന്നെ കാണിച്ചവൻ ജീവിതകാലം നടത്തിടുമേ. ദയയും കരുണയും അണിയിച്ചെന്നെ പരിചയമിന്നവൻ മറച്ചിടുമേ. ദയയും കരുണയും അണിയിച്ചെന്നെ പരിചയമിന്നവൻ മറച്ചിടുമേ. മനമേ വാഴ്ത്തിടാം, മനമേ ആർത്തിടാം, എന്നേക്കുമുള്ളതാം ദൈവത്തിൻ്റെ എന്നാളും വാഴ്ത്തിടാം. മനമേ വാഴ്ത്തിടാം, മനമേ ആർത്തിടാം, എന്നേക്കുമുള്ളതാം